ഇപ്പോൾ ദിവ്യയുടെ നാട്ടിലെത്തിയ ക്രിസിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, നല്ല നാടാണ് കണ്ണൂർ, എനിക്ക് ഇഷ്ടമുള്ളൊരു നാടാണ്, എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നാടാണ്. എന്നല്ലാതെ എനിക്ക് കണ്ണൂരിന് ഇപ്പോൾ മറ്റൊരർത്ഥം കൊടുക്കാനില്ല. ദൈവങ്ങളുടെ നാടാണ്, പറശ്ശിനിക്കടവ് ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളുടെ നാടാണ്, മുത്തപ്പന്മാരുടെ നാടാണ്. അതുകൊണ്ട് തന്നെ അതിൽ പരം എന്താണ് എനിക്ക് വേണ്ടത്? ഈ ഒരു മണ്ണിൽ നിന്ന് തന്നെ സ്വന്തം ഭാര്യയെ ലഭിക്കുന്നു, അവിടെ തന്നെ വീട് വയ്ക്കുന്നു. ഇതിൽ പരം ഒന്നും എനിക്ക് ലഭിക്കാനില്ല എന്ന് ക്രിസ് പറയുകയാണ്. ക്രിസിന് ദിവ്യയോടുള്ള സ്നേഹം തന്നെയാണ് ഇതിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ കൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നിലവിലെ സാഹചര്യത്തിൽ പ്രേക്ഷകർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ കണ്ണൂരിലായിരിക്കുമോ താമസിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ കണ്ണൂരിൽ ആയിരിക്കില്ല സ്ഥിരമായി താമസിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന ഓരോ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ആരാധകർ അത്രമാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട താരങ്ങളായി മാറിക്കഴിഞ്ഞു ക്രിസും ദിവ്യയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിവ്യയുടെയും ക്രിസിന്റെയും വിവാഹം കഴിഞ്ഞത്. ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നത് ദിവ്യയുടെയും ക്രിസിന്റെയും വിശേഷങ്ങൾ തന്നെയാണ്. ഹൈദരാബാദിൽ ഒരു യാത്ര പോയ ഇവരെ കുറിച്ച് ഹണിമൂൺ പോയിരിക്കുകയാണെന്നും മക്കളെയും കൂട്ടി ഹണിമൂൺ പോയിരിക്കുകയാണെന്നൊക്കെ നിരവധി പേർ വാർത്തകൾ പറഞ്ഞിരുന്നു. അങ്ങനെ കളിയാക്കും തോറും തന്നെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം സ്നേഹത്തോടെയാണ് പ്രേക്ഷകർ ദിവ്യയും അതുപോലെ ക്രിസിനെയും കാണുന്നത്. ക്രിസിന് ദിവ്യ എത്രമാത്രമാണ് ഇഷ്ടത്തിൽ നിൽക്കുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മക്കളെയും പൊന്നുപോലെ തന്നെയാണ് ക്രിസ് നോക്കുന്നത് എന്ന് പറയാം. ഇപ്പോഴിതാ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ് ക്രിസും ദിവ്യയും. കണ്ണൂരിലാണ് ദിവ്യയുടെ വീട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ് അവിടെ ഒരു സ്ഥലം വാങ്ങിയിരുന്നു. അതിപ്പോഴാണ് അദ്ദേഹം ചെയ്തു തീർക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പണിയുടെ ആവശ്യമായി തന്നെയാണ് അവർ ഹൈദരാബാദിൽ നിന്ന് നേരിട്ട് കണ്ണൂരിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ ദിവ്യയുടെ വീട്ടിലും പോകാനാകുന്നുണ്ട്. ദിവ്യയുടെ വീടെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അദ്ദേഹം തന്നെയാണെന്ന് പറയാം.